ആദ്യേട്ടൻ്റെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. പാടി കയറിയിട്ട് പോവാ. ഞാനില്ല, പോവാ. നിന്റെ വീട്ടിലുള്ളവരുൾപ്പെടാത്തൊരു ജാതക്കുള്ള ആളുണ്ടടി. ഞാൻ സംശയത്തോടെ ആദ്യേട്ടനെ നോക്കി, എങ്കിലും പറഞ്ഞു ഞാനില്ല. ഞാൻ വീണ്ടും മുഖം വീർപ്പിച്ച് കണ്ടിട്ടാവണം അടുത്തേക്ക് ചേർന്ന് വന്ന് പതിയെ പറഞ്ഞു ആദ്യേട്ടൻ. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടടി. ആദ്യേട്ടനേക്കാൾ മുന്നേ വീട്ടിൽ കയറിയത് ഞാനാണ്. വാതിൽക്കലെത്തി ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു പട തന്നെയാണ്. വാതിൽക്കൽ പകച്ചു നിന്ന് എന്റെ തൊട്ടുപുറകിൽ തന്നെ കട്ടിളയിൽ പിടിമുറുക്കി ആദ്യേട്ടനും നിന്നു. എന്നെ കണ്ടതും അമ്മു അനു ഓടി വന്നു. എന്താ വിശേഷം? ഞാൻ ചോദിച്ചു. പെണ്ണ് കാണാൻ വന്നവരാ? ആരെ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്നെ ഇവളി അനുവാണ് പറയുന്നു. നിനക്കൊക്കെ നാണമുണ്ടോ? എന്നിട്ട് അവിടെ മുമ്പിലൂടെ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാൻ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും മുഖത്ത് കുറച്ച് നാണത്തോടെയുള്ള റൊമാൻറ്റിക് ഭാവങ്ങളൊക്കെ വരുത്തണ്ടേ? ഞാൻ അവരോട് ചോദിച്ചു. എൻ്റെ കാതിലൊരു ശ്വാസം തട്ടി. ആദ്യേട്ടൻ്റെ ശ്വാസം. പൊന്നിന് ആ ഭാവങ്ങൾ അറിയാമെങ്കിലേ അങ്ങോട്ട് കാണിച്ചു കൊടുക്കേണ്ട പൊന്നെ. കാതോരമല്ലേ അതും പറഞ്ഞ് എൻ്റെ ഷോൾഡറിൽ നിന്ന് അമർത്തി പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി ആദ്യേട്ടൻ. യൂണിഫോമിൽ ആദ്യേട്ടൻ അകത്തേക്ക് കയറിയതും ആരൊക്കെയോ ഒന്ന് ഇളകിയിരുന്നു. എടി പൊന്നെ, ഞങ്ങളെ പെണ്ണാണെന്ന് വേറെ ആരുമല്ലല്ലോ, വിമലേട്ടനും അനിലേട്ടനും അല്ലേ? ഒരു കൊല്ലം കൊണ്ട് ഫോണിലൂടെ സംസാരിച്ചുള്ള നാണൊക്കെ അങ്ങ് പോയി. അന്നു പറഞ്ഞു. ഞാൻ അവളെ ഒന്ന് പുച്ഛിച്ചു. ഓ ദേവിയെ, എൻ്റെ ചപ്പാത്തിയും ചിക്കൻ കറിയും. പറയിൽ നൂണ്ട് കയറി ഞാൻ അടുക്കള ലക്ഷ്യമാക്കി കാല് വെച്ചതും കയ്യിൽ പിടിവീണു. അമ്മയാണ്. ഇതാ നേരത്തെ നിങ്ങൾ തിരക്കിയ ആള്, പഞ്ചമി. പൊന്നിയെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അമ്മയ്ക്ക് ഇതെന്താ? ഒരുവരോട് പോണവരോട് ഇങ്ങനെ പറഞ്ഞേക്കാൻ എന്തെങ്കിലും നേർച്ചുണ്ട് ഈ അമ്മക്ക്? അമ്മ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തുമ്പോഴും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറയും പോലെ ഞാൻ അടുക്കള ഭാഗത്തേക്ക് നോക്കിയൊരു നിൽപ്പ് നിന്നു. ആ പൊന്നു തന്നെയാ, നല്ല സുന്ദരി മോള്. അന്ന് കണ്ടതിനേക്കാൾ ഭംഗിയായി മോൾക്ക്. പിന്നെ ആ തടിയൊക്കെ ഇപ്പൊ കുറഞ്ഞല്ലോ. ജിമ്മിൽ പോയോ മോള്? വിഷ്ണു ജിമ്മിലൊക്കെ പോവാറുണ്ട്. കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം മോളും പോയിക്കോ. വിഷ്ണുവേട്ടൻ്റെ അമ്മയാണ് ഈ പറയുന്നത്. ഇനി ഈ കൂട്ടത്തിൽ അയാളും ഉണ്ടോ? ആ മൂൽ ബേബി എൻ്റെ കണ്ണുകൾ നല്ലപോലെ ഒന്ന് തേടി. അവസാനം ഗോവണിൽ കാൽമുട്ടിൽ കൈമുട്ടൂത്തി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആദ്യേട്ടന് എൻ്റെ കണ്ണുകൾ ഉടക്കി. നനഞ്ഞ യൂണിഫോമൊക്കെ മാറ്റി ഒരു ടീഷർട്ടിലും ട്രാക്ക് പാൻറ്റിലും കയറിയിട്ടുണ്ട് ആദ്യേട്ടൻ. ചേട്ടാ കാലം, ഒരു ഗ്ലാസ് ചായ 5 പരിപ്പടയും കാണിച്ച് നീ എന്നെ ചതിച്ച് ഇങ്ങോട്ട് മനപ്പുറം കൊണ്ടുവന്നാണല്ലേ എന്ന ഭാഗത്തിൽ ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് പല്ലവി വന്ന് അവൻ്റെ അടുത്തിരുന്നു. ഓ, നീയൊക്കെ പണ്ടേ സെറ്റല്ലേ? അങ്ങനെ ഓർത്തു നിന്നോ 3 ജിമ്മന്മാർ എൻ്റെ മുന്നിൽ വന്നങ്ങ് നിന്നു. 2 ഇരട്ടകളും ഒരൊറ്റയും. ഞാൻ അനിൽ, ഞാൻ വിമൽ, ഞങ്ങൾ ടിൻസാ. ഞാനൊന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടാലും പറയും. എന്ത്? ആ ഒരു ചോദ്യം ഒറ്റയിൽ നിന്നാണ് വന്നത്. അല്ല, ടിൻസാന്ന് കണ്ടാലും പറയുന്നു. ഓ അങ്ങനെ. ഇവരനുവിനെയും അമ്മുവിനെയും കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാനാരെന്ന് മനസ്സിലായോ? ആ സുന്ദരൻ എന്നോട് ചോദിച്ചു. ഞാൻ നിസ്സഹായ ഭാഗത്തിൽ എല്ലാവരെയും നോക്കി. എല്ലാവരും എന്നെ ഒരേ ഇരിപ്പിലിരുന്ന് നോക്കുവാണ്. എനിക്കാണെങ്കിൽ എന്തോ കയ്യും കാലൊക്കെ തളരും പോലെ. എന്തിനീ ഷോയൊക്കെ? ഞാൻ ആദ്യേട്ടനെ നോക്കി. കണ്ണുകൾ സിമി ഒന്നുമില്ലെന്ന ഭാഗത്തിലൊന്ന് കാട്ടി ആദ്യേട്ടൻ. എനിക്ക് നിങ്ങൾ 3 പേരെ മനസ്സിലായി, ഞാനങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും അമ്മേനെ ഒന്ന് പീച്ചി. മോളെ, ഇതാ വിഷ്ണു. അറിയാമ്മ, ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാനങ്ങ് പറഞ്ഞു. അമ്മ എന്നെ വലിച്ച് അടുക്കളയിലേക്ക് പോയി. മുകളിലെ മുറിയിൽ മോൾക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. ഈ നനഞ്ഞൊക്കെ വേഗം മാറ്റി അവൾക്ക് ചായ കൊണ്ട് കൊടുക്ക്. അതെന്താ, അമ്മുവനും ചായ കൊടുത്തില്ലേ? പിന്നെ ഞാനെന്തിനാ കൊടുക്കുന്നത്? ഒന്ന് പോടി, ഒന്നും അറിയാത്ത പോലെ. അവർ നിന്നെയും കൂടി കാണാനാ വന്ന്. അതൊക്കെ ഒരു ചടങ്ങാ. ആ ചെക്കനെ നീ കണ്ടോ? ആ വിഷ്ണു എന്ത് സുന്ദരനാ, പരിഷ്കാരിയാ. ഓ, ഇടയ്ക്കിടയ്ക്ക് അത് പറയണ്ട, അത്ര വലിയ സുന്ദരനൊന്നല്ല. ഞങ്ങളുടെ ആദ്യം അത്രയൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് അമ്മു അന്നു അതിന് ശരിവെച്ചു. അങ്ങനെ ചായ കൊടുക്കലും ബഹളമായിട്ട് 4 യുവ ഉറപ്പിച്ചു വന്ന ഒരു ചിക്കൻ കറിയും കാര്യമാക്കി പോയി. അന്ന് ആദ്യമായിട്ട് തീർന്ന ചിക്കൻ കറി ഓർത്തല്ലാതെ ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്തിനോ എന്തോ. ഞാനൊഴികെ 3 പെണ്ണുകളും ഏതു നേരവും ഫോണിലാണ്. അന്നു അമ്മുവും പോട്ടേന്ന് വയ്ക്കാം. അവളുമാരുടെ ചെക്കന്മാരങ്ങ് ദൂരെയാണ്. പക്ഷേ ഈ പല്ലവി ചേച്ചിക്കും ആദ്യം എന്തിന് കേടാണ്? ദിവസവും 2 പ്രാവശ്യമെങ്കിലും നേരിൽ കാണുന്നവരാണ്. എന്നിട്ടും ഇതിന് മാത്രം എന്താണ് ഇത്ര സംസാരിക്കാൻ? എനിക്കാണെങ്കിൽ ആ വിഷ്ണുവിനോർത്താകെ ടെൻഷനായി. അവനാണെങ്കിൽ എന്നെ പിന്നെ വിളിച്ച പോലും ഇല്ല. എങ്ങനെയാ അറിയാത്ത ഒരുത്തനെ കെട്ടി ജീവിക്കുന്നു? അങ്ങനെ വിവാഹ നിശ്ചയമായി നാട്ടുകാരൊക്കെ വിളിച്ച് വലിയ രീതിയിൽ തന്നെ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. പിന്നെ ഷോപ്പിങ്ങും ബ്യൂട്ടി പാർലറൊക്കെ നിറങ്ങിയ ആ ദിവസവും വന്നെത്തി. തലേ ദിവസം രാത്രി എൻ്റെ കവിളിൽ എൻ്റെ ഇരട്ടി വലുപ്പമുള്ള 2 കുരുക്കളും. വീട്ടിൽ ബന്ധുക്കളെ കൊണ്ട് വീർപ്പൂട്ടിയതും ഞാൻ ഇറങ്ങി അമ്മായിയുടെ വീട്ടിൽ പോയി. നോക്കുമ്പോൾ അവിടെ വാഗൺ ട്രാജഡി. ശ്വാസം വിടാൻ സ്ഥലമില്ല. അമ്മുവും അന്നുവും മുഖത്തും കയ്യിലും കഴുത്തിലൊക്കെ എന്തോ വാരി തേച്ച ഒരേ ഇരിപ്പാണ്. ഞാനാണെങ്കിൽ പതിയെ ഗോവണി കയറി ആദ്യമായിട്ട് എൻ്റെ മുറിയിലേക്ക് ചെന്നു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ചയിട്ടതും ആൾ അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ പഴയ ഓർമ്മയിൽ ആദ്യമായിട്ട് എൻ്റെ ഓരോ ബുക്കുകളെടുത്തും മറിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് തുറന്നു കിടക്കുന്ന അലമാരക്കുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറേ ഡയറികൾ എൻ്റെ കണ്ണിലുടക്കിയത്. അതിൽ നിന്ന് ഒരെണ്ണെടുത്തും ബാത്റൂമിന്റെ ഡോറൊന്നും ഒരുമിച്ചായിരുന്നു. ആ അലർച്ച ശീലമായതുകൊണ്ട് ആദ്യം ഞാനൊന്ന് പൂച്ഛിച്ചു. എങ്കിലും ആദ്യമായിട്ട് എൻ്റെ കോലം കണ്ട് എനിക്ക് വീണ്ടും മിന്നലടിച്ചു. ഒരു ടവൽ മാത്രം എടുത്ത് തോർത്തുകൊണ്ട് തലയും തുടച്ചാണ് വരവ്. വല്ലാത്തൊരു കോലം.
കഴുത്തിൽ നിന്നും നെഞ്ചിലെ രോമക്കാടുകളിലേക്ക് അപ്പോഴും വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഞാൻ കണ്ണും തള്ളി ഉമിനീരിറക്കി തിരിഞ്ഞോടാൻ തുടങ്ങിയതും കയ്യിൽ പിടിവീണിരുന്നു. ഒറ്റ വലിക്കെന്നെ തുറന്നു കിടന്ന അലമാരക്കുള്ളിലേക്ക് ആദ്യേട്ടൻ പിടിച്ചു വലിച്ചു. നീ എന്തെങ്കിലും കണ്ടോ? അത് കേട്ട് ഞാൻ കണ്ണുകൾ മുറുകെ അടച്ചു. പറവനെ, നീ വല്ലതും കണ്ടോ? ഇല്ല, സത്യം, നീയാണ് സത്യം. ഞാനൊന്നും കണ്ടില്ല. അളിതനെ നീ ടവലെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാനിത് കാണാനാ? അയ്യടി, പെണ്ണിന്റെ ഒരു പൂതി കണ്ടില്ലേ? അല്ലേലും എൻ്റെ ഒന്നും നിന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എൻ്റെ ഡയറിയിൽ വല്ലതും കണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് എനിക്ക് നേരെ ശ്വാസം വീണ്. ഞാൻ വീണ്ടും പഴയ പഞ്ചമിപ്പനായി മാറി. ഓ, അതായിരുന്നു. കണ്ടു. നിന്റെ കാമികാരുടെ ഫുൾ ലിസ്റ്റ് ഞാൻ കണ്ടു. ഞാനൊരു വാക്ക് പറഞ്ഞാലേ നിന്റെയും പല്ലവി ചേച്ചിയുടെ എൻഗേജ്മെന്റ് കൊളാവും. കണ്ണും ചുരുക്കി ചുണ്ടും കൂർപ്പിച്ച് ഞാൻ വെല്ലുവിളിച്ചു. ആണോ? അത്രക്ക് ധൈര്യമുണ്ടോ നിനക്ക്? ആദ്യമായിട്ട് എൻ്റെ സ്വരം വല്ലാതെ അങ്ങ് നേർത്തു പോയ പോലെ തോന്നിയതും എൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്നാ മോൾ ഇതും കൂടി ചേർത്ത് അങ്ങ് പറഞ്ഞേക്ക്. അപ്പോ എൻഗേജ്മെന്റ് നല്ല പോലെ മുടങ്ങും. പറയലും എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി ആദ്യമായിട്ട് എന്നെ വലിച്ചടുപ്പിച്ചു. ഒപ്പം എൻ്റെ ചുണ്ടിൻ്റെ ഒരറ്റവും ചേർത്ത് കവിളിൽ അമർത്തി കടിച്ചു. ആരാ ആരാ ആരാ? ഞാൻ എന്നോട് തന്നെ 3 വട്ടം ചോദിച്ചു. കിളി പോയി നിന്ന് എൻ്റെ കാതിൽ ആദ്യമായിട്ടും പതിയെ വിളിച്ചു. പൊന്നേ. അപ്പോഴാ എന്നെ സ്വർഗവാതിൽ തുറന്ന് ആരോ ചവിട്ടി താഴെയിട്ടത്. പൂമ്പാറ്റകളും ഞാൻ തിരികെ വന്നു. ഞാൻ ആദ്യമായിട്ട് നോക്കി കണ്ണു മിഴിച്ചതും മറ്റേ കവിളിൽ കൂടി ഒരു കടിയും തന്നെ എന്നെ വല്ലാതെ നോക്കി ആദ്യമായിട്ട്. സാധാരണ ഈ അവസരത്തിൽ പെൺപിള്ളേരുടെ കണ്ണുകൾ അടഞ്ഞുപോയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. എന്നാൽ അന്ന് തള്ളി എൻ്റെ കണ്ണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തള്ളി തന്നെ ഇരുന്നു. എന്താന്നല്ലേ? പറയാം. പെട്ടെന്നാണ് താഴെ ഒരു ബഹളം കേട്ടത്. ഞാൻ പെട്ടെന്ന് ആദ്യേൻ്റെ പിടിവിട്ട് താഴേക്ക് ഇറങ്ങി ഓടി. ഡ്രസ്സ് മാറി പുറകെ ആദ്യേണ്ണും വന്നു. അമ്മായി നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ഈശ്വരാ, ദാമോദർജി. ഞാൻ വീതുമ്പിക്കൊണ്ട് നോക്കിയതും ദാമോദർജി ഇതോടെ പന പോലെ നിൽക്കുന്നു. അയ്യോ എൻ്റെ അച്ഛാ! ഞാൻ ബാക്കി പടികൾ കൂടി ചാടിയിറങ്ങിയത് അമ്മായി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരേ കരച്ചിൽ. മോളെ, എല്ലാം തൊലഞ്ഞടി. പല്ലവി ചേച്ചിക്ക് എന്ത് പറ്റി? ഞാനിങ്ങോട്ട് വരുമ്പോ കൂടി അഴിഞ്ഞാടി അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. പൊന്നെ, നിന്റെ കെട്ട് മുടങ്ങിയടി. ആ പല്ലവി ചതിച്ചു. അവള് നിന്റെ ചെക്കനും തമ്മിൽ മുടിഞ്ഞ പ്രേമാണ് പോലും. നിന്നെ വിഷ്ണു കേട്ടില്ലെങ്കിൽ എന്റെ ഇരട്ടകൾ അവർക്ക് വേണ്ടെന്ന് ആ നാത്തും നളിച്ച് വിളിച്ചു പറഞ്ഞു. അവർക്ക് നേഴ്സ് മനുകൾ തന്നെ വേണമെന്ന്. എന്റെ സുഭാഷ് കൊച്ച. ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഒരേ നിൽപ്പ് നിന്നു. അങ്ങനെ ആകെ അലങ്കോലമായി. നിശ്ചയം മുടങ്ങി. 1, 2 അല്ല, 4 വിവാഹ നിശ്ചയങ്ങളാണ് വരി വരിയായി മുടങ്ങിയത്. വിഷ്ണുവേട്ടൻ എൻ്റെ ചേച്ചി പല്ലവി വലവീശി പിടിച്ചെന്നൊരു ടോക്ക് വന്നു. അവൾ നിന്നും കിടന്നു ഇരുന്നും ഫോൺ വിളിച്ചത് ആദ്യേട്ടനായിരുന്നില്ലെന്ന് പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ കുടുംബക്കാർ ചേർന്ന് രാജ്യസഭായോഗം വിളിച്ചു കൂട്ടി. ചർച്ചയും തെറിവിളിയും കൂട്ടത്തല്ലും വരെയായി. അങ്ങനെ UK പയ്യൻ വിഷ്ണുവേട്ടനും പല്ലവി ചേച്ചിയുമായുള്ള വിവാഹത്തിന് അവർ സമ്മതം മൂളി. ഒപ്പം അന്നുവും അമ്മുവും അവിടെ ചെക്കന്മാരുമായി ഹാപ്പിയായി. അപ്പോഴും എന്നെ ഓർത്ത് എൻ്റെ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. എങ്കിലും എൻ്റെ കൊച്ചിന് ഞാൻ വെറുതെ ആശ കൊടുത്തല്ലോ എൻ്റെ ദേവി. നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? അവള് ചെറുപ്പമല്ലേ, പോരാത്തതിൻ്റെ ഒരു നേഴ്സും. അവൾക്കാണോ ചെക്കനെ കിട്ടാത്തത്? അച്ഛൻ അത് പറഞ്ഞ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആങ്ങളെ പറഞ്ഞത് നേരാ നാത്തൂനെ. ആദ്യം ഈ 3 വിവാഹം നടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പൊന്നിനും ആദിക്കും പറ്റിയ ചെക്കനെയും പെണ്ണിനെയും കണ്ടുപിടിക്കാം. നീ ഒന്ന് സമാധാനിക്കേ. അമ്മായി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കണേ, എങ്ങും പെടാൻ നിന്ന് എനിക്കും ആദ്യത്തിന് ഒടുക്കത്തെ ഡിമാൻഡ്. കുടുംബത്തിലെ മറ്റു മുറപ്പെണ്ണുമാർക്ക് SI ചെക്കനെ വേണം പോലും. ഞാൻ പിന്നെ നേഴ്സായതുകൊണ്ടും അല്പം സൗന്ദര്യം കൂടിപ്പോയതുകൊണ്ടും കൂടാതെ ആന മെലിഞ്ഞുകൊണ്ടും എന്നെ കേട്ടാനും ചെക്കന്മാർ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി. അവസാനം ആദ്യേട്ടൻ്റെ ഒച്ചവിടെ മുഴങ്ങി. ഒന്ന് നിർത്തും എല്ലാവരും. അതെ, എനിക്കിനി ആരും പെണ്ണന്വേഷിക്കണ്ട. ഞാൻ പഞ്ചമി കെട്ടിക്കോളാം. അതും പറഞ്ഞ ആദ്യമായിട്ട് ഒറ്റ പോക്ക് പോയി. അയ്യോ, പറയുമ്പോഴും ശരിയായിരുന്നല്ലോ എന്ന പോലെ അമ്മാവനും അമ്മായി അച്ഛനും അമ്മയെല്ലാം മുഖത്തോട് മുഖം നോക്കി. ഈ കൂട്ടക്കല്യാണങ്ങൾക്കിടയിൽ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് ആരും ഓർത്തില്ല. എല്ലാവരും ഹാപ്പി. അപ്പോഴും എന്നോടൊരു വാക്ക് പോലും ആരും ചോദിച്ചില്ല. എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണല്ലോ. പിന്നെ ഒരു മേളമായിരുന്നു. കല്യാണക്കുറി അടിക്കുന്നു, പുടവ ആഭരണങ്ങൾ എടുക്കുന്നു, പന്തലുയരുന്നു, ഭക്ഷണം വയ്ക്കുന്നു. കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും അവരുടെ ചെക്കന്മാരുടെ വാമഭാഗത്തിരിക്കുമ്പോൾ ഞാൻ ആദ്യേട്ടനെ നോക്കി. പാവം, സാധാവത്തിന്റെ പേരിലാവുക എന്നെ കെട്ടാൻ തീരുമാനിച്ച്. പല്ലവി ചേച്ചി ഒത്തിരി സ്നേഹിച്ച് കാണില്ലേ? എന്നാൽ അവൾക്ക് ഒരേ സമയം രണ്ടുപേരെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എന്നാലും ഈ ആദ്യേട്ടൻ എന്നെ എന്ത് തരത്തിലാ കയറി കെട്ടിപ്പിടിച്ച്. പഴയ ഓർമ്മയിൽ കവിളിൽ കടിച്ച ചുണ്ടിലായി പോയതാ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് ഓർത്തിരുന്ന നേരത്താണ് കഴുതിൽ ആദ്യേട്ടൻ്റെ കൊലക്കയറ് മുറുകിയത്. ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. നാശം, ആവശ്യ സമയത്ത് വായിൽ പ്രാർത്ഥിക്കാൻ പോലൊന്നും വരുന്നില്ലല്ലോ. ഓരെയും കുട്ടിച്ചാത്ത അങ്ങനെയാണോ? ഘോര ഘോര പ്രചട പ്രചട കുച്ചിട ഘോര ഘോര പ്രചട കച്ചിട കുച്ചട. ഞാൻ ഈ കളിക്കില്ല. പിന്നെ ഒന്നോർത്തില്ല. അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ സുമംഗലിയായിരിക്കുന്ന പാർവതി ദേവിയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും എന്റെ നെറുകിൽ ആദ്യമായിട്ടും സിന്ദൂരവും ചാർത്തിയിരുന്നു. വലിയൊരു മണ്ഡപത്തിൽ സമൂഹ വിവാഹം പോലെ എല്ലാത്തിനെയും കെട്ടു നടന്നു. 4 വിവാഹങ്ങൾ ഒരുമിച്ച് നടത്തി. അച്ഛനും ദാമോദർജിയും കുത്തുവാള എടുത്തു.
എൻ്റെ ആകെയുള്ള വിഷമം എന്തെന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ചേച്ചിയും പോയി, അന്നവും പോയി, അമ്മവും പോയി. പണ്ട് തീറ്റിപ്പണ്ടാരായിരുന്ന ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടി എല്ലാവരും കൂട്ടത്തോടെ നാട് വിട്ട് പോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ മെലിഞ്ഞ സുന്ദരിയായപ്പോൾ എനിക്ക് ഫുഡിനേക്കാൾ വലുത് ഇവരൊക്കെയാണെന്ന് ഓർത്തുപോയി. ഞങ്ങൾക്ക് റിസപ്ഷൻ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അവർക്കൊക്കെ നാളെയാണ് റിസപ്ഷൻ. ഞാൻ കുളിച്ച് മുണ്ട് നേരത്തെയും ചുറ്റി വന്നു. അമ്മായി എൻ്റെ തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി തന്നു. ഒരു ഗ്ലാസ് പാലും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോള് ചെല്ല്, ആ വരും. പുറത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്, സംസാരിച്ച് നിൽക്കും. ഞാൻ നോക്കുമ്പോൾ ദാമോദർജി അമ്മായി പുറത്തേക്ക് പോവുകയാണ്. മോളെ, ഞങ്ങൾ ഇന്ന് നിന്റെ വീട്ടിലാണ്. കുഞ്ഞാങ്ങളെ വല്ലാത്ത വിഷമത്തില്ല. ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ നാളെ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ ചെയ്യില്ല എന്നറിയാം, എങ്കിലും പറയുക. രാവിലെ ഉണരുമ്പോൾ രണ്ടാളും നിന്റെ വീട്ടിൽ വന്നേക്കണം. അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് പിള്ളേരുടെ റിസപ്ഷന് പോവാം. പിന്നെ ഈ വലിയ വീട്ടിൽ ഒറ്റക്കാണെന്ന് കരുതി രണ്ടും കൂടി അടിവെല്ലാം കൂടി രണ്ടിനെ മടല് വെട്ടി അടിക്കും ഞാൻ. അമ്മായി ദാമോദർജി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനിപ്പോൾ ആദ്യേട്ടൻ്റെ റൂമിലാണ്. എന്നും കയറിയിറങ്ങി മുറിയായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. ബാക്കി നിങ്ങൾ കണ്ടോ? പഞ്ചമി ആ മുറി അരിച്ചു പൊറിക്കാൻ തുടങ്ങി. ചൊട്ടയിലെ ശീലം ചുട്ടുകൊണ്ട് അടികൊണ്ടാലേ മാറുള്ളൂ എന്നറിഞ്ഞിട്ടും അവൾ മാറാൻ തയ്യാറല്ലായിരുന്നു. നോക്കുമ്പോൾ തുറന്നിട്ട് അലമാരിൽ കുറേ ഡയറികളിൽ നിന്ന് അവളെ വീണ്ടും മാടി വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അതിൽ ആദ്യത്തേത് അവൾ കയ്യിലെടുത്തു. അത് ഈ വർഷത്തെ ഡയറി ആയിരുന്നു. അവസാനം എഴുതി നിർത്തിയ പേജിനടിയിൽ ഒരു പേനയുണ്ടായിരുന്നു. ഡയറിയുടെ ആ താളുകൾ തന്നെ അവൾ ആദ്യം തുറന്നെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രണയത്തെ, എൻ്റെ പ്രാണനെ, എൻ്റെ പൊന്നിനെ എന്നേക്കുമായി സ്വന്തമാക്കാൻ പോകുന്നു. ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എൻ്റെ പഴയ തടിച്ച് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എനിക്ക് അവൾ അങ്ങനെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ പൊന്ന്, തൊട്ടാൽ പൊട്ടുന്ന, കടിക്കാൻ കിട്ടുന്ന, പിച്ചി പറിക്കാൻ തോന്നുന്ന, ഞെക്കി പൊട്ടിക്കാൻ തോന്നുന്ന, നിറയെ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ തോന്നുന്ന തടിച്ചയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഡീ, പെട്ടെന്നാണ് വാതിൽക്കിൽ ഒരു അലർച്ച കേട്ടത്. പഞ്ചമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പെണ്ണിന്റെ ആ ലുക്കിൽ, ആ നോട്ടത്തിൽ ആദ്യ അവിടെ തറഞ്ഞു നിന്നുപോയി. ആദിയുടെ ചൂടുകൾ അവൾക്കടുത്തേക്ക് വരുമ്പോൾ തുറന്നിടുന്ന അലമാരക്കുള്ളിലേക്ക് അവൾ സ്വയം കൂടുതൽ ചേർക്കപ്പെട്ടു. അവളുടെ ഒരു വശത്ത് അലമാരിലായി പിടിമുറുക്കി വലത് കൈയാൽ അവൻ മീശയൊന്ന് പിരിച്ചുകൊണ്ട് അവൾ നോക്കി ചോദിച്ചു, ഇപ്പൊ നീ എന്തെങ്കിലും കണ്ടോ? കണ്ടു. എന്താ കണ്ടത്? ഡയറി. ഏതൊരു തടിച്ചെന്ന് എനിക്ക് ഇഷ്ടമാണെന്ന്, അവള് മെലിഞ്ഞു പോയതിൽ നിനക്ക് വിഷമമുണ്ടെന്ന്, നീ അവളെ എന്നേക്കുമായിട്ട് സ്വന്തമാക്കിയെന്ന്. അത് പറയുമ്പോഴും പഞ്ചമിയിൽ ഒരു നിസ്സഹായ ഭാവം മാത്രമായിരുന്നു. ഏതാ തടിച്ചെന്ന് എനിക്കറിയില്ലേ? അറിയില്ലേ പൊന്നെ? പറ, അറിയില്ലേ? വല്ലാതെ നേർത്തു പോയിരുന്ന ആദിയുടെ സ്വരം അവൾ ആ ശബ്ദത്തിന്റെ തീവ്രതയിൽ ഇല്ലാതായ പോലെ തോന്നി. ആദി, അവൾ പോലും അറിയാതെ വിളിച്ചുപോയി. കാതിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് വിളി കേൾക്കുമ്പോൾ അവന്റെ പല്ലുകൾ അവിടെ നോവ് തീർക്കുന്ന അവൾ അറിഞ്ഞു. പൊന്നെ, നിനക്കെന്നെ ഇഷ്ടമാണോടി? അത് ആര്യനോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ആദ്യൊരു ദീർഘശ്വാസം എടുത്തു. ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു പെണ്ണേ. എന്നെ നീ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നതെങ്കിൽ നീ പറഞ്ഞ. പിന്നെ കുഞ്ഞുനാൾ മുതൽ ആ തടിച്ചു പൊന്നിനെ ഞാൻ എൻ്റെ ചങ്കി കൊണ്ട് നടന്നതിന് അർത്ഥമില്ലാതായി പോയില്ലേ പൊന്നേ. ശരിക്കും എന്താണെന്നറിയില്ല, ഒരാണിന് അതിൻ്റെ ഇണയെ കാണുമ്പോൾ ആദ്യമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന പ്രായത്തിൽ ചങ്കി കയറിക്കൂടിയതാ ഈ പഞ്ചമി പൊന്ന്. എൻ്റെ പ്രണയം ഞാൻ കടിച്ചും മാതിയും പിച്ചിയും അലറിയൊക്കെയാണ് നിന്നോട് കാണിച്ചുകൊണ്ടിരുന്നത്. ഒളിഞ്ഞും പാത്തും നീ എൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ സ്വയം ഉള്ളുപിഴന്ന് കാട്ടിയതാടി പെണ്ണേ നീ വായിച്ചിരുന്ന പ്രേമലേഖനങ്ങൾ. അത് നീ വായിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന നിർവൃതി അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴാ പല്ലവിക്ക് എന്നോട് പ്രണയമാണെന്ന് അവൾ എന്നോട് നേരിട്ട് പറയുന്നു. എനിക്ക് കോളേജിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ അവളോട് പറയുമ്പോഴും അവൾ എൻ്റെ പിന്നാലെ നടന്നു. ശരിയാ, നിന്നെ ചൊടിപ്പിക്കാനും നിനക്ക് എന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയും ഞാനും പല്ലവിയെ കാണുമ്പോൾ ചിരിക്കാനും നോക്കാനൊക്കെ തുടങ്ങി. അപ്പോഴെല്ലാം കുശുമ്പ് നിറയുന്ന എൻ്റെ മുഖമെന്നിൽ അതിശയമുള്ളവാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല്ലവിക്ക് വന്ന വിഷ്ണുവിൻ്റെ ആലോചന നിന്നിലേക്ക് വഴിമാറിയത്. പല്ലവിയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന വീട്ടുകാരുടെ തീരുമാനം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പല്ലവിയോടും വിഷ്ണുവിനോടും ഞാനെല്ലാം തുറന്നു പറഞ്ഞു. പല്ലവിക്ക് ആദ്യമേ വിഷ്ണുവിനോടൊരു ചായ കൊള്ളുകൊണ്ട് എനിക്ക് ഗുണം ചെയ്തു. ഫോൺ വിളികളും മറ്റുമായിട്ട് അവർ സെറ്റായി. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ വീട്ടുകാർക്ക് നേഴ്സായി നിന്നെ മതി എന്ന് പറഞ്ഞുള്ള ആ പ്രശ്നം. പിന്നെ അവരെ പോയി കണ്ട് കരഞ്ഞ് കാലുപിടിച്ചു. എന്നിട്ട് അവരടങ്ങിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, പോലീസ് യൂണിഫോമിന്റെ പവർ അങ്ങ് കാണിച്ചു. പല്ലവി യുവാവാക്താൻ നൽകി പറ്റീച്ചന് അമ്മയും മോനും അഴിയണമെന്ന് പറഞ്ഞു അവരതിൽ വീണു. എന്നിട്ടുണ്ടോ കഴിയുന്നു. എൻ്റെ നിന്നെ തന്തക്കും തള്ളക്കും ബുദ്ധി വളർന്നിട്ടില്ലെന്ന് അന്നാ എനിക്ക് മനസ്സിലായത്. നിന്റെ വിവാഹം മുടങ്ങിയത് ഓർത്ത് വിഷമിക്കുമ്പോഴാണ് എന്നെ മറന്നുകൊണ്ട് മറ്റേ മുറിച്ചെറുക്കന്മാരെ നിനക്കായിട്ട് ആലോചിക്കുമ്പോഴും എനിക്ക് ഭ്രാന്തി പിടിച്ചിട്ടാ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന് അലറിയത്. അല്ലാതെ സ്വയാവരത് ചിന്തിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിതേ ഇവിടം വരെ എത്തി. അപ്പോഴും നെഞ്ചിൽ തീയായിരുന്നു പെണ്ണേ. നിനക്കെന്നെ അങ്ങനെ കാണാൻ കഴിയുമെന്ന് ഓർത്ത് അന്ന് ഞാൻ നിന്നെ കയറി പിടിച്ചതിന് സോറി പറഞ്ഞേ. അതങ്ങനെയൊക്കെ സംഭവിക്കാൻ നേരത്തെ എനിക്ക് അറിയായിരുന്നല്ലോ. നിന്നെ എനിക്ക് കിട്ടുന്ന ഏകദേശം ഉറപ്പായി. മാത്രമല്ല കുളിച്ചിറങ്ങിയപ്പോൾ മുറിയിൽ നീ എൻ്റെ അത്രയും അടുത്ത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അമ്മയുടെ നിലവിളി കേട്ടില്ലായിരുന്നെങ്കിൽ പിടിവിട്ട് ഞാൻ എന്തെങ്കിലും കൂടി ചെയ്തു പോയേനെ. പോനെ, ഇനി പറ, എന്നെ നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലേ? എത്ര സമയം വേണേലും എടുത്തോ, ഞാൻ കാത്തിരിക്കാം. പറ്റില്ലെന്ന് മാത്രം പറയില്ലേ പൊന്നെ, പ്ലീസ്.
എല്ലാം കേട്ട് കഴിഞ്ഞതും പഞ്ചമിക്ക് ശരിക്കും ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലായി. തലവട്ടത്തിൽ ചുറ്റുന്ന പോലെ തോന്നിയതും അവൾ അവന്റെ നെഞ്ചിൽ തന്നെ വീണു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ആരുമില്ലേത്തൊന്ന് പറഞ്ഞു ചിരിക്കാൻ. അതെ, എനിക്കിതൊക്കെ ആരുടെയെങ്കിലും പറയണം. ഏതെങ്കിലും കുന്നിന്റെ ചെരുവിൽ കൊണ്ട് നിർത്തും എന്നെ വിളിച്ചു പോവാനാ. എന്റെ ഹൃദയം ഇപ്പൊ പൊട്ടു. ആദി നിസ്സഹായ ഭാവത്തിൽ അവൾ പറഞ്ഞത് ആദ്യം ഉറക്കെ ചിരിച്ചുപോയി. ഈ പെണ്ണ്. ആദ്യം എനിക്ക് വെള്ളം വേണം. അവൻ ജഗ്ലിരുന്ന വെള്ളം അവൾക്ക് നേരെ നീട്ടി. വെള്ളം കൂടി മത്സരം കഴിഞ്ഞത് അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. പോന്നെ പറയടാ, ഒരിക്കൽ പോലും എന്നോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടില്ലേ? അടുത്ത് ചേർന്നിരുന്ന അവിടെ കൈകൾ കവർന്നെടുത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു വിറയിൽ ദേഹത്തൂടി കടന്നുപോയി പഞ്ചമിക്ക്. പറവന്നെ. ആദി, ഞാനൊരു കാര്യം പറയട്ടെ? പറവന്നെ. അവൾ അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച്. ആദിയുടെ കണ്ണു മിഴിഞ്ഞു. ഈശ്വര, ഇവൾക്ക് വയറ്റിലുണ്ടോ? പൊന്നെ, എനിക്ക് അറ്റാക്ക് വരുന്നു. ഒന്ന് വേഗം പറഞ്ഞു കൊടുക്കടി. ആദി, പ്രേമുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷേ നിന്നെ ചിലപ്പോഴൊക്കെ കാണുമ്പോഴും നീ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും എൻ്റെ ഈ വയറ്റിലുണ്ടല്ലോ, അവിടെ എന്തോ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, ഷോക്ക് അടിച്ച പോലെ തോന്നും. അത്രേ ഉള്ളൂ. നിഷ്കളങ്കമായി പറയുന്നവരുടെ മുഖത്തേക്കാൻ ഒരു കള്ളച്ചിരിയോടെ നോക്കിപ്പോയി. അവസാനം അവന്റെ കണ്ണുകൾ അവളുടെ ചോരച്ചുണ്ടിൽ വന്ന് തറഞ്ഞു നിന്നു. ഒന്ന് ചുണ്ട് നനച്ചുണ്ടാവും പതിയെ പറഞ്ഞു. ഒന്നെ, ഈ ആദ്യമായിട്ടൊന്ന് ഷോക്ക് അടിപ്പിക്കട്ടെ നിന്നെ. പറവന്നേ. അവളുടെ ദേഹം വിറകൊള്ളുന്ന അവൻ അറിഞ്ഞു. അവന്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവിൽ അമർന്നു. പഞ്ചമിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നുകൊണ്ട് അവളുടെ ചുടികളൊന്നാകെ കവർന്നെടുത്തു. പലവിയോടുള്ള ആദിയുടെ പ്രണയം അടക്കാനാവാത്ത ലഹരിയായി ആ രാവുകൾക്കോൾ അവളെ തളർത്തി. പിന്നീടുള്ള നാളുകൾ അവരുടേതായിരുന്നു. അങ്ങനെ പഞ്ചമി പൊന്നിന്റെയും അവളുടെ ആദിയേട്ടന്റെയും പ്രണയം അവിടെ പൂവണിഞ്ഞു.